GTA 6 റിയലാണ്. GTA 6 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. 25-ാം തീയതി പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ദിസ് ഫീൽസ് അൺറിയൽ. കാരണം ഇത്രയും നാൾ ഇവന്മാർ വരും വരും എന്ന് പറഞ്ഞിട്ട് വന്നു. ഇന്നലെ ഔട്ട് ഓഫ് ദ ബ്ലൂ റോക്സ്റ്റാർ ഗെയിംസ് വന്നിട്ട് നിനക്ക് അപ്ഡേറ്റ് അല്ലേ വേണ്ട, ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ സാധനം എറിഞ്ഞു തന്നിട്ട് പോയി. ടൈറ്റിൽ റിവ്യൂലും ടൈറ്റിൽ കവർ പോസ്റ്റർ തന്നിട്ട് പോയി. ആൻഡ് GTA 3 തൊട്ട് റോക്സ്റ്റാർ ഗെയിംസ് GTAയുടെ കവേഴ്സ് എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ആൻഡ് ഇത് ആൾക്കാർ എനിക്ക് തന്നിട്ട് ബ്രോ ഇതിനെപ്പറ്റി പറ, കവറിനൊക്കെ പറ്റി ഞാൻ എന്താ പറയുക, ഇതിനകത്ത് ഒരു ബൈക്കുണ്ട്, ഒരു ലക്ഷറി കാറുണ്ട്, അത് നിർബന്ധമാണ്. പിന്നെ ഇപ്പുറത്തൊരു ഹെലികോപ്റ്റർ ഉണ്ട്. അത് GTA 3 തൊട്ട് എല്ലാ കവറിലും ആ പൊസിഷൻ, ആ ലെഫ്റ്റ് ടോപ്പിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാവും. പിന്നെ വ്യത്യാസമായിട്ടുള്ളത് ഒരു മുതലുണ്ട്. പിന്നെ പ്ലേയബിൾ ക്യാരക്ടേഴ്സ് നമ്മുടെ ജെയ്സൺ ലൂസിയ അവർ രണ്ടുപേരും ഉണ്ട്. പിന്നെ ബൂബി ഐക്ക് മറ്റേ ഒരു സ്ട്രിപ്പ് ക്ലബ്ബ് നടത്തുന്ന പാവം പാട്ടുകാരൻ. പിന്നെ നമ്മുടെ രാഹുൽ ബട്ടീസ്ത, ഇത് ഒരു ബാങ്ക് റോബർ, ഫേമസ് സാധനം, പവർഫുൾ സാധനം. റോക്സ്റ്റാറിന്റെ സ്വഭാവം വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒരാളെ ചതിക്കുന്ന ആ ഒരു ലൈനാണ്. ആൻഡ് ബട്ടീസ്ത ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ മറ്റേ ലാൻസ് വാൻസ് വൈസ് സിറ്റി, ആ ഒരു വൈസ് സിറ്റിയുടെ വേറൊരു ടച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ ബോട്ടില്ലേ, വൈസ് സിറ്റിയുടെ കവറിലൊരു ബോട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഈ ചേച്ചി ആരാന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് മറ്റേ സ്ഥിരം പരിപാടി ഏതാണെന്നറിയോ, നിങ്ങൾ വീട്ടുകാർ കയറി വരുമ്പോൾ മാത്രം ഈ ലോഡിംഗ് സ്ക്രീനിൽ വരുന്ന ഒരു ചേച്ചി ഉണ്ടാവില്ലേ, അത് തന്നെ. പണി തരാൻ വേണ്ടി മാത്രം, വെറുതെ ഒരു ഫണ്ണിന് ഇരിക്കട്ടെ. ഇവർക്ക് ഈ PG-13 അവർക്ക് ആ ഒരു റേറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ GTA ഒരു സമാധാനമില്ല. ഐ മീൻ ആക്ച്വലി കൊടുക്കണം, അങ്ങനത്തെ ഒരു ഗെയിമാണ്. ബട്ട് സ്റ്റിൽ പോസ്റ്ററിൽ തന്നെ കാണുമ്പോൾ ആൾക്കാർ പറയണം, ഓ ഇത് പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന്. അതാണ് GTA. എന്തായാലും 25-ാം തീയതി പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഞാനൊരു ലോൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് വലിയ സീനില്ല, 7,000 രൂപയായിരിക്കും എന്നാണ് എല്ലായിടത്തും കേൾക്കുന്നത്. ലൈക്ക് ഇന്ത്യയിൽ 6,000 to 7,000 ആയിരിക്കും ബേസ് ഗെയിം എന്ന് പറയുന്നുണ്ട്. മറ്റേ അതിൻ്റെ മേളിലുള്ള എഡീഷൻ, ഈ പറഞ്ഞ പോലെ മറ്റേ എക്സ്ട്രാ കണ്ടന്റ് ഉള്ള പോയിന്റ്സ് ഉള്ള സാധനമൊക്കെ ഉണ്ടല്ലോ ഓൺലൈൻ കളിക്കാൻ വേണ്ടി, അത് ചിലപ്പോൾ ഒരു 8,000-9,000 വരെ പോകും. കളക്ടേഴ്സ് എഡീഷൻ നോക്കണ്ട കേട്ടോ, കാരണം എല്ലാ ഗെയിമും കളക്ടേഴ്സ് ഇപ്പം നല്ല കയറി വരുന്നുണ്ട്. മിക്കവാറും 10,000-15,000 രൂപയുടെ കളക്ടേഴ്സ് എഡീഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുഡീസൊക്കെ ഇഷ്ടമാണ്, നിങ്ങളുടെ കയ്യിൽ കുറേ കാശ് കളയാനുണ്ടെങ്കിൽ എൻജോയ്. പിന്നെ PS5 Xboxൽ മാത്രമേ ഉള്ളൂ റിലീസ് കേട്ടോ. നിങ്ങൾ PC ഗെയിമർ ആണെങ്കിൽ PS ഉള്ള ഏതെങ്കിലും കൂട്ടുകാരൻ്റെ അടുത്ത് പോയി സാധനം എടുത്തുകൊണ്ട് വരിക. അത് തന്നെ, വേറെ വഴിയില്ല. തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും.